നമസ്കാരം. കേരള സംഗീത നാടക അക്കാദമിയുടെ സർഗഭൂമികയിലേക്ക് ഏവർക്കും സ്നേഹനിർഭരമായ സ്വാഗതം. മലയാള സാഹിത്യത്തിലെ മികച്ച കഥാകൃത്തായ കൊച്ചുബാവയുടെ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നാടകാവതരണമാണ് അടുത്തത്. കഥ ഇത് ഒരു നിസാര പ്രശ്നമാണ്. ഈ കഥയെ നാടകരൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ദിനേശ് ദാസാണ്. നാടകം നിസാരം. ഇതെവിടെയായിരുന്നു പോലേട്ടാ? എത്ര നേരായി പോയിട്ട്? മനുഷ്യന്റെ ഊപ്പാടും ഇത്തിരി വെള്ളം വെച്ചോ. നിന്ന് പൊറോട്ട ബിരിയാണി ഇട്ടില്ലേ? ബീഫില് ഇപ്പൊ എന്താ സാധനം? എന്റെ ബാലേട്ട, നിങ്ങൾക്കൊരു ഒന്നില്ലെങ്കിൽ ഇത്ര പ്രായല്ലേ?
ഈ ബീഫില്ലാതെ എങ്ങനെ പൊറോട്ട കഴിക്കുന്നത്? നിങ്ങൾ അവിടെ പണിയൊന്നുമില്ലേ? ആരാ നോക്ക് പോയിട്ട്? വരാൻ പറയും. നമസ്കാരം മാഷേ. ഇരിക്കെ ഇരിക്കെ ഇരിക്കേ, പരിഭ്രമിക്കണ്ട, ഇരിക്കെ. മാഷേ, ഞാനേ ഇന്നലെ രാത്രി എപ്പോഴും എന്തോ കഴിച്ചതാ. നല്ല വിശപ്പ്. മാഷ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇത് പോലീസ് സ്റ്റേഷനല്ല, എന്റെ ക്വാർട്ടേഴ്സാ. ഇവിടെ വരുന്നവരടുത്ത് വളരെ മര്യാദയോടെയും സ്നേഹത്തോടെയും സ്വന്തം വീട്ടിലെ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ഇടപെടുന്നത്. അതാണ് നിങ്ങൾക്ക് ഇരിക്കാൻ നല്ല ഇരിപ്പിടങ്ങള്, വൃത്തിയുള്ള അന്തരീക്ഷം. മാഷെ വിളിപ്പിച്ചത് കൈ കിട്ടുക വേറെ എടുത്ത് മാറ്റി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോലീസുകാരും ഇപ്പൊ പഴയ പോലെ ഒന്നല്ല. എന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കും. എന്നാലും കാലാകാലങ്ങളായി ഞങ്ങൾ പോലീസുകാരോട്, നിങ്ങൾ നാട്ടുകാർക്ക് മറിച്ചൊരു അഭിപ്രായം. നോക്ക്, ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടി. ഊണില്ല, ഉറക്കില്ല, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി. പക്ഷെ എന്നിരുന്നാലും നമ്മളെ കുറ്റവാളികളായിട്ടാണ് നിങ്ങൾ പലപ്പോഴും കാണുന്നത്. നോക്കൂ, ഈ ചെറിയ പ്രായത്തിൽ ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഒരു കുറ്റകൃത്യം പോലും തെളിയിക്കാതിരുന്നിട്ടില്ല. അത് എൻ്റെ കുടിക്കൂ അത് എൻ്റെ ഒരു എഫിഷ്യൻസിയുടെയും ആ ഒരു ചെറുപ്പത്തിൻ്റെയും ഒരു ഗുണം തന്നെ. പലപ്പോഴും നമ്മൾ ഈ വീട് വിട്ട് പുറത്തിറങ്ങി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഒരു സമരത്തിൻ്റെയോ ഒരു അക്രമിയുടെയോ മുമ്പിലേക്ക് കയറി ചെല്ലുന്നത് കയ്യിലൊന്നും ഇല്ലാതെയാണ്. എത്ര അപകടം പിടിച്ചതാണ് ഞങ്ങളുടെ ജോലിയെന്ന് മാഷ്ക്ക് മനസ്സിലായല്ലോ. മാഷേ, ഇതൊക്കെ നിസ്സാര പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. അതൊന്നും സാറില്ല. ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഒരു സഹകരണം ഞങ്ങളോട് കാണിക്കണം. ഈ കഷ്ടപ്പാടിന് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടില്ല. വല്ലപ്പോഴും ഒരു പ്രൊമോഷൻ, അതൊന്നും ഇപ്പൊ ഇല്ല. ഞാൻ മാഷെ വിളിപ്പിച്ചത് ആ കേസ് വിഷയമായി സംസാരിക്കാൻ തന്നെയാണ്. അതിനുമുമ്പ് മാഷെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മളെല്ലാവരും മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന ഒരു തണുത്ത രാത്രി, അപ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഫോൺ അടിക്കുക. ഹലോ, അതെ പോലീസ് സ്റ്റേഷൻ. എന്താ മോഷണം? ചെട്ടിയാര് ജ്വല്ലറിയിൽ മോഷണം? ആ
ഞാൻ ഉടനെ വരാം. ശരി ശരി. പക്ഷേ എല്ലാവരും മൂടി പുറച്ച് കിടക്കുന്ന ഉറങ്ങുന്ന ഒരു രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഞങ്ങൾ പോലീസുകാരല്ലേ? ചാടി ഇറങ്ങണം മാഷേ. ഈ നഗരത്തിൽ എവിടെയോ മുക്കിലും മൂലയിലും അരിച്ചു പെറുക്കണം. ഈ രാത്രിയിൽ എവിടെയോ ആരോ ഇരുളിന്റെ മറവിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്. കാണുന്നവരെല്ലാവരും ഞങ്ങൾക്ക് ശത്രുക്കളാ. സംശയത്തോടെ മാത്രമേ ഞങ്ങൾക്ക് അവരെ വീക്ഷിക്കാൻ പറ്റൂ. ആ സംശയത്തിന്റെ ഒരു നാരിൽ പിടിച്ചു വേണം ഞങ്ങൾക്ക് തുടങ്ങാൻ. എങ്കിലാണ് യഥാർത്ഥ കുറ്റവാളി മറ നീക്കി പുറത്തു വരികയുള്ളൂ. എനിക്ക് അവനെ ശ്വസിക്കാം. അവന്റെ ഗന്ധം എനിക്ക് കേൾക്കാം. പക്ഷേ അതാവൻ നമ്മളെല്ലാവരും ഉറങ്ങേണ്ട സമയത്ത് ഒരു മരപ്പട്ടിയെ പോലെ പതുങ്ങിയിരിക്കുന്നവൻ. നമ്മൾ കള്ളനെ പിടിച്ചു കഴിഞ്ഞു. ഇനി നേരം പുലരുന്നതിന് മുമ്പ് ഇവനെ കൊണ്ട് നമുക്ക് സത്യം പറയിപ്പിക്കണം. തൊണ്ടി മുതൽ കണ്ടെടുക്കണം. പരിഭ്രമിക്കണ്ട, നിസ്സാര പ്രശ്നമാണ്. നമ്മളിവനെ സ്നേഹത്തോടു കൂടി ഒന്ന് ചോദ്യം ചെയ്താ ചിലപ്പോ ഇവന് ഉത്തരം പറഞ്ഞു തരില്ല. ആ സമയത്ത് നമ്മൾ ബൂട്ടിന്റെ മടമ്പ് കൊണ്ട് ഇവന്റെ കാലിൽ ചെറുതായി ചിലപ്പോഴൊന്ന് ഇക്കിളിപ്പെടുത്തി കൊടുക്കേണ്ടി വരും. എങ്കിലായിരിക്കും സത്യം പറയുക. നീയല്ലേ എടുത്തത്? സത്യം പറയടാ. മനുഷ്യനോട് ഉറക്കം പോലും കളഞ്ഞ് പണിയെടുക്കുമ്പോ അവന്റെ ചിരി കണ്ടു മാഷെ. നമ്മുടെ കയ്യിലെവിടെ മാരകായുധങ്ങൾ? നമുക്ക് അവൈലബിൾ ആയ കൊച്ചു കൊച്ചു വീട്ടു സാധനങ്ങൾ ഉപയോഗിച്ച് വേണം ഇവനോടൊക്കെ ചോദ്യം ചെയ്യാൻ. നാളെ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് എനിക്കിത് സമർപ്പിച്ചല്ലേ പറ്റൂ. അപ്പോ ഒരു പക്ഷേ കടുത്ത ഇങ്ങനെയൊന്നും ചോദിച്ചപ്പോൾ സത്യം പറയില്ല. ബാലേട്ടാ ഒന്ന് പിടിക്ക്.
ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സാധാരണ ജീവിതത്തിൽ ഒരു ദിവസം കടന്നു പോകുന്നത്. മാഷ് പേടിക്കണ്ട, ഞാൻ കുറച്ച് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. മാഷെ വിളിപ്പിച്ചതിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നിസ്സാര പ്രശ്നമാണ്. മാഷ പരാതി ഞാൻ വായിച്ചു. എന്തോ മാഷ കമ്മ്യൂണിസ്റ്റ് പച്ച പലപ്പോഴും ചോദ്യം ചെയ്യുന്നതിനിടയിൽ പറ്റുന്ന ചെറിയ ചെറിയ മുറിവുകൾ ഉണക്കാൻ വേണ്ടി ഇതല്ലാതെ ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? പറഞ്ഞു വന്നത് മാഷുടെ പരാതി ഞാൻ വായിച്ചു. 23 വയസ്സുള്ള മാഷുടെ മകൾ കമ്പനിയിൽ ജോലിക്ക് പോയി മടങ്ങി വന്നില്ല. അവളെ അന്വേഷിച്ച് രാത്രി നിങ്ങൾ കമ്പനിയിലേക്ക് ചെന്നു. സെക്യൂരിറ്റിക്കാരൻ നിങ്ങളെ കടത്തിവിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ മടങ്ങി വന്നു. പിറ്റേ ദിവസം രാവിലെ വാതിൽ തുറന്നപ്പോ വീട്ടുമുറ്റത്ത് പൂർണ്ണ നഗ്നയാക്കപ്പെട്ട രീതിയിൽ നനഞ്ഞു കുതിർന്ന നിങ്ങളുടെ മകളുടെ ശവശരീരമാണ് കണ്ടത്. ഒരച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് കമ്പനി മുതലാളിയെ സംശയമുണ്ട്. വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കും. കമ്പനി മുതലാളിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കണം. ഇതല്ലേ നിങ്ങളുടെ പരാതി? ഞാൻ പറഞ്ഞല്ലോ മാഷെ, വെറും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതല്ല അതിൻ്റെ ഒരു രീതി. പലകുറി ഈ പരാതി തന്നെ മറച്ചു മറിച്ച് വായിക്കേണ്ടി വരും. അപ്പോഴെല്ലാം അതിൽ ഓരോ വരികൾക്കിടയിലൂടെയും ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വരും. അപ്പോ മറഞ്ഞിരിക്കുന്ന പല വസ്തുതകളും പുറത്തേക്ക് വരും. പലതരം സാധ്യതകൾ. ആ സാധ്യതകളിലൂടെയാണ് ഞങ്ങൾ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ തന്നെ പറയുന്നു കമ്പനി മുതലാളി മുൻപും മകളോട് ഇത്തരം രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്ന്. സ്വാഭാവികമായി ഞാനും ചോദിക്കട്ടെ, പിന്നെയും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മകളെ കമ്പനിയിലേക്ക് ജോലിക്ക് പറഞ്ഞയച്ചത്? അവൾ നിങ്ങളോടല്ലേ വന്ന് പരാതി പറഞ്ഞത്? കാര്യം എനിക്കറിയാം. അവൾ നിങ്ങൾക്ക് വെറും ഒരു കറവ പശുവായിരുന്നു, സമ്പാദിക്കാനുള്ള ഒരു യന്ത്രം. അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന പണിയാണോ? ആ കൊച്ചിനെ വീട്ടിലിരുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും അധ്വാനിക്കാൻ പോകാമായിരുന്നില്ലേ? സുഖമില്ലായ്മ, വാർദ്ധക്യം, ഇതൊന്നും ഒരു കാരണമല്ല മാഷേ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരെയും സംശയത്തോടെ മാത്രമേ വീക്ഷിക്കൂ. മാഷിന്റെ തലയിൽ വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് മാഷിന്റെ രക്തചംക്രമണം കൂടരുത്, ഹൃദയപേശികൾ പൊട്ടിപ്പോകും. ഞാനൊരു സൂചന പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു സാഹചര്യം, നിങ്ങൾ അതിരാവിലെ വീട്ടിൽ നിന്നും കമ്പനിയിലേക്ക് പുറപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളുടെ പെൺകുട്ടി അന്നേ ദിവസം കമ്പനിയിൽ എത്തിയിട്ടില്ല മിസ്റ്റർ. നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അന്നേ ദിവസം അവൾ എവിടെയായിരുന്നു? ഒരു അച്ഛൻ എന്ന രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ നിങ്ങൾ കാണിച്ചു. ശരിയാണ്, നിങ്ങൾ കമ്പനിയിൽ പോയി അന്വേഷിച്ചു, അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ നിങ്ങളെ കടത്തിവിട്ടില്ല. അത് അവരുടെ നിയമമാണ്. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അത് അവരുടെ നിയമമാണ്. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറയാം മാഷെ, അവൾ അന്നേ ദിവസം അവളുടെ കാമുകനുമൊത്ത് നഗരത്തിൽ കറങ്ങാൻ പോയി.
പാർക്കിലും മാളിലും ബീച്ചിലും സിനിമാ തിയേറ്ററിലും ഒരല്പം സ്വകാര്യതയ്ക്ക് വേണ്ടി അവരൊരു ഹോട്ടൽ മുറിയിൽ റൂം എടുക്കും. അവിടെ വെച്ചുണ്ടായ കുസൃതി അല്ലെങ്കിൽ അവന്റെ തനി നിറം പുറത്താകുന്നു. നല്ലവളായ നിങ്ങളുടെ പെൺകുട്ടി ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നു. ബലപ്രയോഗത്തിനിടയിൽ സ്വാഭാവികമായും മരിച്ചു പോയേക്കാം. അവളെന്ത് ചെയ്യുന്നു? അവൻ രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ ആരും കാണാതെ കുട്ടിയെ വീടിന് മുമ്പിൽ കൊണ്ടുവന്ന് കിടത്തി വീണ്ടും അപ്രത്യക്ഷനായി. ഈ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഈ ചിത്രത്തിൽ എവിടെയും ആ കമ്പനി മുതലാളി വരുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ആ കമ്പനി മുതലാളിക്കെതിരെ പരാതി പറയുന്നത്? ഇതിലൊക്കെ എന്തോ ഒരു ദുരൂഹത മണക്കുന്നില്ല പക്ഷെ. മറ്റൊരു സാധ്യത ഞാൻ പറയും. വളരെ സാധാരണമായി സംഭവിക്കുന്ന മറ്റൊരു സാധ്യത, അതായത് നിങ്ങളുടെ മകൾക്ക് ഒരു പ്രേമമുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. സാമ്പത്തികമായി താഴെയാണെങ്കിലും ജാതിപരമായി നിങ്ങളിൽ നിന്നും വളരെ താഴെ നിൽക്കുന്ന ആ യുവാവുമായിട്ടുള്ള പ്രേമം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ തുടർന്ന് നിങ്ങൾ മകളുമായി ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു. ആ വാക്ക് തർക്കം മർദ്ദനത്തിൽ കലാശിക്കും. അനിയന്ത്രിതമായ കോപം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും അസ്ഥാനത്തേറ്റൊരു മർദ്ദനം മൂലം ആ പെൺകുട്ടി മരിച്ചു വീഴുന്നു. ഇതല്ലേ മാഷ സംഭവിച്ചത്? മാഷ വെള്ളം കുടിക്കും. മതിയായ തെളിവുകളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു മാഷ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേറെ പഴുതുകളില്ല. ഇതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ ഇറക്കിയ ഒരു നമ്പർ രക്ഷയില്ല മാഷ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് മാഷ മനസ്സിരുത്തി ഒന്ന് ആലോചിക്കണം. നിങ്ങൾ ഇന്നിവിടെ വരുമെന്നും നിങ്ങളുടെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നും നിങ്ങൾ പരാതിയിൽ പ്രതിയെന്ന് ആരോപിക്കുന്ന കമ്പനി മുതലാളി എന്നെ വിളിച്ചു പറഞ്ഞു. അയാൾക്കെതിരെ നിങ്ങൾ നൽകിയിരിക്കുന്ന പരാതിയിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കരുത് എന്നാണ് ആ പാവം കമ്പനി മുതലാളി അഭ്യർത്ഥിച്ചത്. മനുഷ്യ, ഇത്രയും നല്ലൊരു വ്യക്തിയെയാണ് നിങ്ങൾ അനാവശ്യമായി പ്രതിക്കൂട്ടിൽ ചേർത്തത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് ഭീമമായ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് എന്റെ അടുത്ത് തന്നെ കേസ് തരാം. അത് നിങ്ങൾ എങ്ങനെ കൊടുത്തു തീർക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് നല്ലതുപോലെ ആലോചിക്കണം മാഷ്. മറ്റൊരു കാര്യം ഞാൻ പറയാം മാഷ്. വളരെ നിസ്സാരമായ
ഒരു പ്രശ്ന പരിഹാരം അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ നിങ്ങൾ കറവപ്പശുവായി കരുതുന്ന നിങ്ങളുടെ മകൾ 10-20 കൊല്ലം അതേ കമ്പനിയിൽ ജോലിക്ക് പോയാലും കിട്ടുന്ന തുച്ഛമായ തുകയല്ല, വലിയൊരു തുക സ്വന്തം സ്ഥാപനത്തിലെ ഒരു സഹപ്രവർത്തകയുടെ നിര്യാണത്തിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കമ്പനി മുതലാളി ഓഫർ ചെയ്തിട്ടുണ്ട്. വളരെ ഭീമമായൊരു തുക. അത് ഞാൻ നിങ്ങൾക്ക് വസൂലാക്കി തരാം. ആ പെൺകുട്ടിക്ക് താഴെ മറ്റൊരു ചെറിയ പെൺകുട്ടി കൂടി ഉണ്ടല്ലോ മാഷ്. ആ കുട്ടിക്ക് ഇത്തരമൊരു ഗതി വരാതിരിക്കാനും അവളുടെ ഭാവിക്കും അത് സ്വീകരിക്കുന്നതല്ലേ മാഷ് നല്ലത്? നല്ലവണ്ണം ആലോചിച്ചു. നിങ്ങൾ ഇത്രയും പുകിൽ കാണിച്ച് നാലാളെ അറിയിച്ച സ്ഥിതിക്ക് നമുക്കൊരു പ്രതിയെ പിടിക്കാതെയും തരമില്ല. അവിടെയും നല്ലവനായ കമ്പനി മുതലാളി നമ്മളെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ പ്രതിയായി അദ്ദേഹം തന്നെ നമുക്ക് തന്നു കഴിഞ്ഞു. കുറ്റസമ്മതവും നടത്തി കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് വേണം? മാഷ ആലോചിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു നിസ്സാര പ്രശ്നമാണ്. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഞാൻ അന്വേഷിച്ച ഒരു കേസും തെളിയിക്കാതെ ഇരുന്നിട്ടില്ല. അതെനിക്ക് നിർബന്ധം. മാഷ് പുറപ്പെട്ടോളൂ. ഞാൻ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാം. മകൾ നഷ്ടപ്പെട്ട വേദന അതെനിക്ക് മനസ്സിലാവും. എന്നിരുന്നാലും ഈ ഒരു ഓഫർ നിരസിക്കാതിരിക്കുന്നതാണ് മാഷ്ക്ക് എന്തുകൊണ്ട് നല്ലത്. ധൈര്യമായി പോയിട്ട് വരും മാഷ്.
നിസ്സാര പ്രശ്നം. ഞാൻ വെറുതെ പേടിച്ചു. എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് ദിനേശ് ദാസ്. കൊച്ചുബാവയുടെ ഇതൊരു നിസ്സാര പ്രശ്നമാണ് എന്ന ഒരു ചെറുകഥയെ ആസ്പദമാക്കി ഇംപ്രൂവൈസ് ചെയ്ത നിസ്സാരം എന്ന നാടകമാണ് നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ ഇംപ്രൂവൈസേഷൻ സംവിധാനം ചെയ്ത് ഞാൻ തന്നെയാണ്. വൺസ് അഗെയിൻ എൻ്റെ പേര് ദിനേശ് ദാസ്. ഇതിൽ കൂടെ അഭിനയിച്ചവരെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് പൗലോസ് പുല്ലഴി, വെള്ളാങ്കല്ലൂർ സുധാകരൻ, ബാലഗോപാൽ. ഇതിനു വേണ്ടി മ്യൂസിക് ചെയ്തത്, സംവിധാനം ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും വിഷ്ണുപ്രസാദാണ്. നാടകം കണ്ടെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരം അവസരം ഒരുക്കി തന്ന സംഗീത നാടക അക്കാദമിക്കും രംഗചേതനയ്ക്കും ഒരുപാട് നന്ദി നിർത്തുന്നു.